വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് KSEB സബ് എഞ്ചിനീയർ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സുകളാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വീഡിയോ ലെക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ലെക്ചേഴ്സിൽ സബ്ജക്റ്റ് വൈസ് തിയറി ഉണ്ടായിരിക്കും, അതുപോലെ 2500+ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയൊരു ഫീയേ അവിടെ വരുന്നുള്ളൂ. സോ താല്പര്യമുള്ളവർ താഴെ പറഞ്ഞിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9744722434. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റിന്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ നോക്കാം. എനർജി മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എനർജി കൺസംഷൻ ഓഫ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ എനർജി മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലായിരിക്കും? കിലോ വാട്ട് അവറിലായിരിക്കും ഈ എനർജി മീറ്റർ റീഡ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ക്യാൻ റെക്കോർഡ് പവർ യൂട്ടിലൈസ്ഡ് ബൈ ദ ലോഡ് ഫോർ എ പർട്ടിക്കുലർ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഓരോ ഇന്റർവെൽ ഓഫ് ടൈമിലും അവിടെ എത്ര പവർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു എനർജി മീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു എനർജി മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ 4 പാർട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സിസ്റ്റം, മൂവിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം ആൻഡ് രജിസ്റ്ററിംഗ് സിസ്റ്റം. ഇപ്പോൾ ഇവിടെ ഈ എനർജി മീറ്ററിന്റെ ഒരു പടമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് 2 മാഗ്നറ്റ് ഉണ്ട്, അപ്പർ മാഗ്നറ്റ് ആൻഡ് ലോവർ മാഗ്നറ്റ്. അപ്പൊ അതാണ് നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൂവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ട്. അപ്പൊ അതാണ് മൂവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് രജിസ്റ്ററിംഗ് സിസ്റ്റം. അതാണ് നമ്മുടെ ഡിസ്പ്ലേ കാണുന്നില്ലേ, അതാണ് നമ്മുടെ രജിസ്റ്ററിംഗ് സിസ്റ്റം. അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, അവിടെ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്നുള്ളത് നമുക്ക് അവിടെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റീഡിങ് അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എനർജി മീറ്ററിന്റെ ഡ്രൈവിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ പടം കാണിച്ചിട്ടുണ്ട്. നമുക്ക് 2 മാഗ്നറ്റ് ഉണ്ട്. അപ്പർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഷണ്ട് മാഗ്നറ്റും ലോവർ മാഗ്നറ്റ് എന്ന് പറയുന്നത് സീരീസ് മാഗ്നറ്റുമാണ്. അപ്പോൾ ഇതിനെ ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വെച്ചിട്ടുള്ള ഈ കോയിൽ ഉണ്ടല്ലോ, ആ കോയിൽ സപ്ലൈ വോൾട്ടേജിന് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രഷർ കോയിൽ എന്നും നമ്മൾ പറയുന്നത്. അപ്പോൾ ഷണ്ട് മാഗ്നറ്റ് തന്നെയാണ് നമ്മൾ ഷണ്ട് മാഗ്നറ്റിലാണ് നമ്മൾ പ്രഷർ കോയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സീരീസ് കോയിൽ എന്ന് പറയുന്നത്, അതായത് ലോവർ മാഗ്നറ്റിൽ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ സീരീസ് കോയിൽ എന്ന് പറയുന്നത്. അത് കറന്റ് കോയിൽ എന്നും നമ്മൾ പറയും. അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ലോഡ് കണക്ട് ചെയ്യണം. ഈ ലോഡിനോട് സീരീസ് ആയിട്ടാണ് നമ്മളെ ഈ ഒരു ലോവർ മാഗ്നറ്റിൽ വെച്ചിട്ടുള്ള കോയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോഡ് കറണ്ട് ആണ് നമ്മുടെ ഈ ഒരു കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കറന്റ് കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷണ്ട് മാഗ്നറ്റിൽ വെച്ചിട്ടുള്ള കോയിൽ പ്രഷർ കോയിലും ആൻഡ് സീരീസ് കോയിലിൽ എന്ന് പറയുന്നത് കറന്റ് കോയിലും. നമുക്കിവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ദ ഡ്രൈവിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 AC ഇലക്ട്രോമാഗ്നറ്റ്സ്, namely shunt magnet and series magnet, which is magnetized proportional to the supply voltage and load current respectively. മീൻസ് ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ നമ്മൾ 2 മാഗ്നറ്റ് വന്നു, ഷണ്ട് മാഗ്നറ്റ്. അപ്പം അത് മാഗ്നറ്റൈസ് ആവുക എങ്ങനെയായിരിക്കും? പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജും. ആൻഡ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സീരീസ് മാഗ്നറ്റ് ആണ്. അത് മാഗ്നറ്റൈസ് ആവുന്നത് എങ്ങനെയായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ലോഡ് കറണ്ടും. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ദ ഷണ്ട് മാഗ്നറ്റ് സെന്റർ ലിംബ് ഈസ് കോൾഡ് എ പ്രഷർ കോയിൽ ആൻഡ് ദ വൈൻഡിങ് ഓഫ് ദ സീരീസ് മാഗ്നറ്റ് ഈസ് കോൾഡ് കറന്റ് കോയിൽ. അപ്പൊ ഷണ്ട് മാഗ്നറ്റിൽ വെച്ചിട്ടുള്ള കോയിലിനെ നമ്മൾ പറയുന്നത് പ്രഷർ കോയിലും ആൻഡ് സീരീസ് മാഗ്നറ്റിൽ വെച്ചിട്ടുള്ള നമ്മൾ ഈ കോയിലിനെ പറയുന്നത് കറന്റ് കോയിലും എന്നാണ്. ഇനി ദ ഷണ്ട് മാഗ്നറ്റ് പ്രൊവൈഡ്സ് എ ലോ റിലക്റ്റൻസ് പാത്ത് ത്രൂ ദ സ്മോൾ എയർ ഗ്യാപ്സ് ഫോർ ദ സർക്കുലേറ്റിംഗ് ഫ്ലക്സസ്. അപ്പോൾ ഇവിടെ ലോ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതായിരിക്കും? നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് ആയിരിക്കും. അവിടെ എന്താണ്? ത്രൂ ദ സ്മോൾ എയർ ഗ്യാപ്സ് ഓഫ് ഫോർ ദ സർക്കുലേറ്റിംഗ് കറൻസ്. അതായത് എയർ ഗ്യാപ്പിൽ ഫ്ലക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായിരിക്കും? അവിടെ സർക്കുലേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവുന്നു.
The second operating flux phi s is produced by the series magnet. അപ്പോൾ ഇവിടെ രണ്ട് ഫ്ലക്സ് ഉണ്ട്. ഒന്ന് ഷണ്ട് മാഗ്നറ്റിക് ആകുന്ന ഫ്ലക്സും രണ്ടാമത്തത് സീരീസ് മാഗ്നറ്റ് അതായത് കറന്റ് കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സും ഉണ്ടാവും. അപ്പോൾ ഈ പ്രഷർ കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് മാഗ്നറ്റൈസ് ആവും. അപ്പോൾ അവിടെ 5p എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ 5p എന്ന് പറയുന്ന ഫ്ലക്സ് അതായത് ഷണ്ട് മാഗ്നറ്റിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിനെ 90 ഡിഗ്രി ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അതായത് ഇറ്റ് ഷുഡ് ബി ഇൻ ക്വാഡ്രേച്ചർ വിത്ത് ദ സപ്ലൈ വോൾട്ടേജ്. ബട്ട് രണ്ട് കാരണത്താൽ നമുക്ക് ഈ 90 ഡിഗ്രി ഷിഫ്റ്റ് കിട്ടില്ല. ഒന്ന് റെസിസ്റ്റൻസ് ഓഫ് ദ പ്രഷർ കോയിൽ ആൻഡ് രണ്ടാമത്തത് അയൺ ലോസസ് ഇൻ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. ഇത് രണ്ടും കാരണം കൊണ്ട് നമുക്ക് ഈ 90 ഡിഗ്രി ഷിഫ്റ്റ് കിട്ടില്ല. സോ ഇറ്റ് ക്യാൻ മിസ്ലീഡ്സ് ദ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 90 ഡിഗ്രി ഷിഫ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ളത് സെൻട്രൽ ലിംസിലാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇൻ ഓർഡർ ടു ബ്രിങ് 5p എക്സാക്ട്ലി ഇൻ ക്വാഡ്രേച്ചർ വിത്ത് ദ സപ്ലൈ വോൾട്ടേജ്, കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് ഓർ റിംഗ്സ് ആർ പ്രൊവൈഡഡ് ഓൺ ദ സെൻട്രൽ ലിംബ്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു ബ്ലൂ കളർ കാണിച്ചിട്ടുള്ളത്, കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ്. ഇനി സെക്കൻഡ് വൺ മൂവിങ് സിസ്റ്റം. മൂവിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൊട്ടേറ്റിംഗ് അലുമിനിയം ഡിസ്ക് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മൂവിങ് സിസ്റ്റം എന്ന് പറയുന്നത്. It consists of lightweight aluminum disc that is mounted on a shaft and positioned in the air gap between the two magnets. അപ്പോൾ നമ്മളിത് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അപ്പർ മാഗ്നറ്റും ലോവർ മാഗ്നറ്റും ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ആൻഡ് ദ ബോട്ടം ഓഫ് ദ ഷാഫ്റ്റ് ഈസ് പിവിറ്റഡ് ഇൻ ടു എ ജ്വൽ ബെയറിംഗ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബെയറിംഗിന്റെ പേരാണ് ജ്വൽ ബെയറിംഗ്. ഇനി അടുത്തത് ബ്രേക്കിംഗ് സിസ്റ്റം. ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് ബ്രേക്കിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഡിസ്കിന്റെ സ്പീഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക് ആൻഡ് ഓൾസോ ടു ബ്രിങ് ദ ഡിസ്ക് ടു ആൻ ഐഡിൽ സ്റ്റേറ്റ് വെൻ ദ ലോഡ് ഈസ് ഡിസ്കണക്റ്റഡ്. അതായത് ലോഡ് ഡിസ്കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്ക് റൊട്ടേറ്റ് ആവാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? നമ്മുടെ ബ്രേക്കിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടോർക്കിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോഴാണ് ഡിസ്ക് അവിടെ ഐഡിൽ സ്റ്റേറ്റിൽ വന്ന് നിൽക്കുക. ഇനി ബ്രേക്കിംഗ് ടോർക്ക് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രേക്കിംഗ് മാഗ്നറ്റിക് ഫീൽഡിലോ ഈ ഒരു മാഗ്നറ്റിന്റെ ഫീൽഡിനെ നമ്മൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലക്സിനെ കട്ട് ചെയ്യും ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയാണ്. അപ്പോൾ ദിസ് കറന്റ് set up a field in the disk which opposes the main field and thereby reduces its magnet. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് എഡി കറണ്ട് കാരണം കൊണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അത് മെയിൻ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറയ്ക്കും. അപ്പം അങ്ങനെയാണ് അവിടെ ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത് ബ്രേക്കിംഗ് ടോർക്ക് വിൽ ബി മോർ ദാൻ ദ ഡ്രൈവിംഗ് ടോർക്ക്. ഇനി അടുത്തത് രജിസ്റ്ററിംഗ് സിസ്റ്റം. അപ്പോൾ രജിസ്റ്ററിംഗ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേര് കൗണ്ടിങ് സിസ്റ്റം എന്നാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതേപോലത്തെ ഡിസ്പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു നമ്പർ ഓഫ് ഗിയേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ദിസ് മെക്കാനിസം കൺസിസ്റ്റ് ഓഫ് എ ട്രെയിൻ ഓഫ് ഗിയേഴ്സ്. സിൻസ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക്, അതായത് ഡിസ്കിന്റെ റൊട്ടേഷന്റെ എണ്ണം ഉണ്ടല്ലോ, അത് പ്രൊപ്പോർഷണൽ ടു ദ പവർ കൺസംഷൻ ആണ്. അപ്പോൾ നമ്മൾ ഗിയർ ടേൺ റേഷ്യോ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ടോട്ടൽ എനർജി റീഡ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും നമ്മൾ ആ ഒരു ഗിയർ ടേൺ റേഷ്യോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് 10:1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. The gear turn ratio between the adjacent indicators will be 10:1 so that the energy consumed is integrated up to thousands of kilowatt-hour. അതായത് ഈ അഡ്ജസന്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യണ ഈ രണ്ട് ബോക്സ് ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്കുള്ള ആ ഗിയർ ടേൺ റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആയിരിക്കും. അതായത് ഇവിടെ കണ്ടോ 1/10, 1, 10, 100, 1000, 10,000. 10:1 റേഷ്യോയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോഡ് കണക്ട് ചെയ്താൽ മാത്രമാണ് ഈ താഴെയുള്ള മാഗ്നറ്റ്, അതായത് സീരീസ് മാഗ്നറ്റ്, അത് മാഗ്നറ്റൈസ് ആവുള്ളൂ.
ലോഡ് ഇല്ലാത്ത സമയത്ത് ഈ രണ്ട് ടെർമിനൽ ഓപ്പൺ സർക്യൂട്ട് ആവും. സോ ദർ വിൽ ബി നോ കറണ്ട് ഫ്ലോ ത്രൂ ദ കറണ്ട് കോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാഗ്നറ്റൈസ് ആവില്ല. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. when the load is not connected, no flux is produced in the series magnet and only a shunt field is present. അപ്പോൾ വോൾട്ടേജിനെ പ്രൊപ്പോഷണലാണ് നമ്മുടെ ഷണ്ട് മാഗ്നറ്റ്, അതായത് പ്രഷർ കോയിൽ. അപ്പോൾ അത് എന്തായിരിക്കും, അത് മാഗ്നറ്റൈസ് ആവും. പക്ഷെ ഈ ലോഡ് ഇല്ലാത്ത കാരണം സീരീസ് മാഗ്നറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റൈസ് ആവില്ല. This alternating flux 5p links with the disk and induces an EMF EP in the disk. അപ്പോൾ ഈ 5p, അതായത് പ്രഷർ കോയിൽ കാരണം ഉണ്ടാവുന്ന ഫ്ലക്സ് ഉണ്ടല്ലോ 5p, അത് ഡിസ്ക് ആയിട്ട് എന്താ ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു EMF EP ഉണ്ടാവും. ഈ EP കാരണം കൊണ്ട് അതിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ എഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ എഡി കറണ്ട് IP. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള this alternating flux 5p links with the disk and induces an EMF EP in the disk. Due to this EMF and eddy current IP flows in the disk. അപ്പോൾ ഈ ഡിസ്കിൽ കൂടെ ഒരു എഡി കറണ്ട് IP ഫ്ലോ ചെയ്യും, which produces an alternating flux 5p dash. അപ്പോൾ ആ എഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു alternating flux ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ 5p dash എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5p dash എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അത് 90 ഡിഗ്രി ഷിഫ്റ്റിലായിരിക്കും നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിനെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, AC സപ്ലൈ വോൾട്ടേജ് ഉണ്ടല്ലോ, അതിനോട് 90 ഡിഗ്രി ഷിഫ്റ്റിലായിരിക്കും നമ്മുടെ 5p dash. ഈ 5p dash എന്ന് പറയുന്നത് എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് കാരണം ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ടോർക്ക് ഉണ്ടാവുന്നത് നമുക്ക് രണ്ട് ഫ്ലക്സുകളും ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ്. അതായത് ഒന്ന് പ്രഷർ കോയിലിന്റെയും അതുപോലെ രണ്ട് കറണ്ട് കോയിലിന്റെയും. പ്രഷർ കോയിലിന്റെ 5pയും കറണ്ട് കോയിലിന്റെ 5s, ഈ രണ്ട് ഫ്ലക്സും ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഡ്രൈവിംഗ് ടോർക്ക് ഉണ്ടാവുന്നത്. അതിൽ 5p എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു VPH ആണ്. ആൻഡ് 5SC അതായത് കറണ്ട് കോയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ലോഡ് കറണ്ടും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. when the load current IL flows through the current coil, the series magnet is magnetized and the alternating flux flows through it. അപ്പോൾ കറണ്ട് കോയിലിൽ കൂടെ IL എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, അതായത് അതാണ് നമ്മുടെ സീരീസ് മാഗ്നറ്റ് എന്ന് പറയുന്നത്, അത് മാഗ്നറ്റൈസ് ആവും. അപ്പോൾ അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവും. This flux links with the disk which produces an EMF ESC, results in the flow of eddy current ISC. അപ്പോൾ ഈ സീരീസ് മാഗ്നറ്റ് കാരണം കൊണ്ടും നമ്മുടെ ഡിസ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അത് ESC എന്ന് പറയുന്ന ഒരു EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഒരു എഡി കറണ്ട് ഫ്ലോ ചെയ്യും. ISC എന്ന് പറഞ്ഞ എഡി കറണ്ട് ഫ്ലോ ചെയ്യും. The torque produced is proportional to the difference of the torque due to IP and ISC. അപ്പോൾ ഈ രണ്ട് ടോർക്കിന്റെ, ഈ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, it will be proportional to the difference of the torque. ഈ രണ്ട് IP and ISC കാരണം ഉണ്ടാവുന്ന ടോർക്ക് ഉണ്ടല്ലോ, അതിന്റെ ഡിഫറൻസിനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ IP is proportional to 5p and which is proportional to applied voltage VPH. and ISC എന്ന് പറയുന്നത്, അതായത് കറണ്ട് കോയിൽ അതിൽ കൂടെ പോകുന്ന കറണ്ടാണ് ISC. it will be proportional to 5SC and that will be proportional to the load current. അപ്പോൾ ഡ്രൈവിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ എന്തിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, it will be proportional to നമ്മുടെ ട്രൂ പവർ, അതായത് VPH IL cos phi. അതാണ് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് പ്രൊപ്പോർഷണൽ ടു VPH IL into cos phi. നമ്മൾ പറഞ്ഞു അവിടെ ഉണ്ടായ ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു നമ്മുടെ ട്രൂ പവർ, അതായത് റിയൽ പവറിന് പ്രൊപ്പോർഷണൽ ആണ് VPH IL cos phi എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. the average torque produced in the disk is proportional to the actual power consumed in the load. ഇനി നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഡിസ്ക് അതെന്തിനാണ് പ്രൊപ്പോർഷണൽ, അത് ഇന്റഗ്രൽ ഓഫ് VPH, അതായത് നമുക്ക് എനർജിക്ക് പ്രൊപ്പോർഷണൽ ആണ് നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഡിസ്ക് എന്ന് പറയുന്നത് അല്ലേ. അതാണ് അവിടെ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇന്റഗ്രൽ ഓഫ് എന്താ VPH IL cos phi dt. മീൻസ് അതാണ് നമ്മുടെ ഇന്റഗ്രൽ ഓഫ് ട്രൂ പവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അവിടെ ടോട്ടൽ കൺസ്യൂം ചെയ്തിട്ടുള്ള എനർജി നമുക്ക് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, പ്രൊപ്പോർഷണൽ ടു എനർജി കൺസ്യൂംഡ്. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി മീറ്ററിൽ ഉണ്ടാവുന്ന ഒരു എറർ ആണ്. അതായത് ലോഡ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രീപ്പിംഗ് എന്ന് പറയുന്നത്.
Creeping in energy meter is the phenomenon in which the aluminum disc rotates continuously when only the voltage is supplied to the pressure coil and no current flows through the current coil. അതായത് ലോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവില്ല. പക്ഷെ ഈ വോൾട്ടേജിന്റെ പ്രൊപ്പോർഷനിലാണ് നമ്മുടെ പ്രഷർ കോയിൽ എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ അത് എനർജൈസ് ആവും. അതായത് ഒരു കോയിൽ മാത്രമാണ് അവിടെ എനർജൈസ് ആവും, പ്രഷർ കോയിൽ മാത്രം എനർജൈസ് ആവുന്നു ആൻഡ് കറണ്ട് കോയിലിൽ കൂടെ ഉള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. In other words, creeping is the kind of error in which the energy meter consumes a very small amount of energy when no load is attached to the meter. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ എനർജി മീറ്റർ ചെറിയൊരു എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. Even if there is no load. ലോഡ് ഇല്ലാത്ത സമയത്തും ഈ എനർജി മീറ്റർ ആ ചെറിയ എനർജി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എററിനെയാണ് നമ്മൾ പറയുന്നത് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ സംഭവിക്കാം? ക്രീപ്പിംഗ് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ദ ഡിസ്ക് ഈവൺ അണ്ടർ ലൈറ്റ് ലോഡ് കണ്ടീഷൻ. അപ്പൊ ചെറിയ ലോഡ് കണക്ട് ചെയ്ത സമയത്തും അവിടെ ഈ ക്രീപ്പിംഗ് കാരണം കൊണ്ട് നമ്മുടെ ഈ റൊട്ടേഷൻ ഓഫ് ഡിസ്കിന്റെ സ്പീഡ് കൂട്ടും, അല്ലെങ്കിൽ ആ സ്പീഡ് എന്ന് പറയുന്നത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവും? അത് വിച്ച് ഇൻക്രീസസ് ദ മീറ്റർ റീഡിംഗ്. അപ്പൊ അതിന് കാരണമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് ആവാം, അതല്ലെങ്കിൽ എക്സ്ട്രാ വോൾട്ടേജ് അക്രോസ് ദ പൊട്ടൻഷ്യൽ കോയിൽ ആവാം. ഇതൊക്കെ ക്രീപ്പിങ്ങിന് കാരണമാണ്. പിന്നെ എക്സസീവ് ഫ്രിക്ഷൻ കാരണം കൊണ്ടും ഈ ക്രീപ്പിംഗ് സംഭവിക്കാം. അടുത്തത് പ്രിവെൻഷൻ ഓഫ് ക്രീപ്പിംഗ്. ഇപ്പൊ ക്രീപ്പിംഗ് നമ്മൾ തടയാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ടല്ലോ, അതില് രണ്ട് ഹോൾസ് പ്രൊവൈഡ് ചെയ്യും. അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ the aluminum disc stops rotating even when the small edge of the disc comes under the poles of the braking magnet. അപ്പോൾ ബ്രേക്ക് മാഗ്നറ്റ് അണ്ടറിൽ വരുമ്പോൾ അവിടെ ഈ അലുമിനിയം ഡിസ്ക് സ്റ്റോപ്പ് ആയിക്കോളും. The holes will limit the revolution of the disc. So thank you. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.